എല്ലാ വീഡിയോസിലും ഒരുപാട് കമൻസ് ആയിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും വന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് PPF ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരുമോ, എവിടെയാണ് ബെസ്റ്റ് ലൊക്കേഷൻ എന്നുള്ളത്. പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് PPF ഒരു സ്കാം ആണ്, റേറ്റ് കൂടുതലാണ്, ഒരിക്കലും അത് ചെയ്യണ്ട, റീപെയിൻറ്റ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന്. ഈ ഫ്രണ്ടത്തെ ഇതിൽ PPF ചെയ്തുകൂടെ, അതിൻ്റെ പോസിറ്റീവ് എന്താണെന്നുള്ളത്. നമ്മളൊരു വണ്ടി വാങ്ങിയിട്ട് ഫുള്ള് സ്ക്രാച്ചും വരൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നതിൽ ഇപ്പോൾ എന്ത് കാര്യമുള്ളത്? കാരണം കമ്പനി സൈഡിൽ നമുക്ക് ഇതിനകത്ത് ഒരു ഇതും കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിൽ പല ഉൾറോട്ടിലൂടെയൊക്കെ പോകുന്ന സമയത്ത് വണ്ടി ഫുള്ള് മൈന്യൂട്ടായ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടായിരുന്നു. ഷോറൂം കണ്ടീഷനിലേക്ക് ഈ ഒരു വണ്ടി ആക്കി തന്നിട്ടുള്ളത്. ഇനി വണ്ടിയിൽ പ്രത്യേകിച്ച് ആക്കാനൊന്നുമില്ല. നമ്മൾ വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വണ്ടിയുടെ ആ വെള്ളത്തുള്ളിൻ്റെ ആ ഒരു പാട് ഫുള്ള് വണ്ടിയിലുണ്ടായിരുന്നു. ഫൈനലി നമ്മളെ വണ്ടിക്ക് നമ്മൾ PPF ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പം നമ്മൾ നമ്മളെ വീട്ടിലുള്ള 2 അതിഥികളായിട്ട് ഒരു അടിപൊളി ലൊക്കേഷനിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ 2 വണ്ടിയിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ വന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാറിലാണെങ്കിൽ ഫുൾ ബോഡി ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്, സ്ക്രാച്ചസും വാട്ടർമാർക്സും പോക്കാൻ. അതേപോലെ ബൈക്കിലാണെങ്കിൽ നമ്മൾ ടാങ്കും സൈഡും സ്പീഡോമീറ്ററും PPFും ചെയ്തിട്ടുണ്ട്. ഈ ഹോണ്ടയുടെ ഹൈനസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വണ്ടി വാങ്ങിയ റിവ്യൂസും എല്ലാ വീഡിയോസിലും ഒരുപാട് കമൻസ് ആയിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും വന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് PPF ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരുമോ, എവിടെയാണ് ബെസ്റ്റ് ലൊക്കേഷൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഫൈനലി നമ്മളെ വണ്ടിക്ക് നമ്മൾ PPF ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ടാങ്കിലും അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തും സ്പീഡോമീറ്ററിലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. അൾട്രാ ഗാർഡ് എന്ന് പറഞ്ഞ പ്രീമിയം ബ്രാൻഡിൻ്റെ ഒരു PPF ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് PPFൽ ഗ്ലോസി ആയിട്ടും മാറ്റ് ആയിട്ടും വരുന്നുണ്ട്. അത് നമ്മളെ വണ്ടി ഏതാണോ അതിനനുസരിച്ചാണ് ബെസ്റ്റ് ഓപ്ഷന്. അപ്പം നമ്മളിതിൽ നിലവിൽ ഗ്ലോസി ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളീ ഒരു ടാങ്കിനകത്ത് ഫുള്ള് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒന്നും അറിയുന്നില്ല ഈ ഒരു സംഭവം ഇതിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ബൈക്കിൻ്റെ സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. PPFൻ്റെ ഡീറ്റെയിൽസ് പറയാന്നുണ്ടെങ്കിൽ 5 വർഷം വാറണ്ടിയിലുള്ള സംഭവമാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് 2 വർഷം ആയിട്ട് വരുന്നുണ്ട്, അതേപോലെ 10 വർഷമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ മെറ്റീരിയലും ക്വാളിറ്റി ഒക്കെ ഡിഫറൻസും വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു സിറ്റുവേഷനിൽ എനിക്കിതാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ 5 വർഷത്തെ PPF ചെയ്യുന്നത്. പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് PPF ഒരു സ്കാം ആണ്, റേറ്റ് കൂടുതലാണ്, ഒരിക്കലും അത് ചെയ്യണ്ട, റീപെയിൻറ്റ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന്. നമ്മളൊരു വണ്ടി വാങ്ങിയിട്ട് ഫുള്ള് സ്ക്രാച്ചും വരൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നതിൽ ഇപ്പോൾ എന്ത് കാര്യമുള്ളത്? അത് കുറേ കഴിഞ്ഞിട്ട് റീപെയിൻറ്റ് ചെയ്താൽ ആ ഷോറൂമിൻ്റെ ലെവലിലേക്ക് എത്തൂല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി കൊണ്ടുനടക്കാനുള്ള ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ PPF, അത് ബ്ലാക്ക് കളർ വണ്ടിയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെയ്തിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻസ്. പിന്നെ കമ്പനി സൈഡിൽ നിന്ന് ഞാൻ ഓൾറെഡി പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, കമ്പനി സൈഡിൽ നിന്ന് നമുക്ക് ഇതിനകത്ത് ഒരു ഇതും കിട്ടുന്നില്ല. ഇൻ കേസ് ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒട്ടിച്ചിട്ടുള്ള PPF റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് കമ്പനിയിലേക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവർ PPF ഒട്ടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിമിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ക്യാൻസൽ ചെയ്ത് കളയും. അങ്ങനെ ഒരു നെഗറ്റീവ് വശം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്ത സാധനം UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു PPF ആണ് നമ്മളെ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹീൽ ഓഫിംഗ് സിസ്റ്റം ആണ്. ചെറിയ തോതിലുള്ള മൈന്യൂട്ട് സ്ക്രാച്ചസ് ഒക്കെ ഇതിലായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വെയിൽ തട്ടുമ്പോൾ ഹീൽ ഓഫ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റത്തിലുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു അടിപൊളി PPF ആണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടത്തെ ഇതിൽ PPF ചെയ്തുകൂടെ, അതിൻ്റെ പോസിറ്റീവ് എന്താണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ പോസിറ്റീവ് ഒന്നുമില്ല. നമ്മൾ ഈ ലൈറ്റ് ഓൺ ചെയ്തിട്ട് നിൽക്കുന്ന ടൈമിൽ ഇത് ഹീറ്റ് ആവും. അപ്പോൾ ആ ടൈമിൽ ആ ഒരു PPF യെല്ലോ ഷെയ്ഡിലേക്ക് ടേൺ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഹെഡ്ലൈറ്റിൽ ചെയ്യാണ്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് ഈ ഒരു വണ്ടിയുടെ ടാങ്കും അതേപോലെ തന്നെ സൈഡും. ഇവിടെയാണ് അധികം സ്ക്രാച്ചസ് വരാനുള്ള ചാൻസസ്. ഈ ഒരു സംഭവമാണ് നമ്മൾ പെയിൻറ്റ് പ്രൊട്ടക്റ്റ് ആയിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്. PPFൻ്റെ പ്രൊസീജിയർ പറയാന്നുണ്ടെങ്കിൽ വണ്ടി കൊടുത്ത പാടനെ അവർ ടാഗും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം വണ്ടി ഫുള്ളാകെ ഫോം വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെയാണ് അടിപൊളിയായിട്ട് അവർ വാഷ് ചെയ്തിട്ടുള്ളത്. പെട്രോൾ ടാങ്കിൻ്റെ കവർ റിമൂവ് ചെയ്തതിന് ശേഷം അവർ PPFൻ്റെ മെഷറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ PPF ഒട്ടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബബിൾസും കാര്യങ്ങളൊന്നും കുടുങ്ങാണ്ട് നല്ല വൃത്തിക്ക് തന്നെയാണ് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ടാങ്കിൽ സെറ്റ് ചെയ്യുന്നത്. 200+ മൈക്രോവേവ്സ് ഉള്ള PPF ആണ് നമ്മൾ ഈ വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യെല്ലോ ഷെയ്ഡ് എന്തായാലും ആവില്ല. അതേപോലെ തന്നെ മൈന്യൂട്ട് സ്ക്രാച്ചസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി സൺലൈറ്റ് തട്ടുമ്പോൾ ഹീൽ ഓഫ് ആയി. 5 വർഷത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ റീപ്ലേസ്മെന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇടക്കിടക്ക് ചെക്കപ്സും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വണ്ടി ഇതാ സെറ്റ് ആയിട്ടുണ്ട്. നിലവിൽ ഇങ്ങോട്ട് ഒരു PPF ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് PPF മാത്രമല്ല എനിക്കുണ്ടായ പോസിറ്റീവ്സ്. ഒരു പുതിയ ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ അടിപൊളിയാക്കിയിട്ടാണ് ഇവർ വണ്ടി നൽകിയിട്ടുള്ളത്. 2 അതിഥികൾ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ആളാണ് നമ്മളെ കാറ്. പലരും ചോദിച്ചിട്ടുണ്ടാവും ബൈക്ക് വന്നപ്പോൾ കാറിനെ ഒഴിവാക്കിയൊന്ന്. ഒഴിവാക്കിയിട്ടൊന്നുമില്ല, കാർ അലൈവാണ്.
നമ്മുടെ നാട്ടിൽ പല ഉൾറോട്ടിലൂടെയൊക്കെ പോകുന്ന സമയത്ത് വണ്ടി ഫുള്ള് മൈന്യൂട്ടായ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാർ അവർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു നമുക്ക് കോട്ടിങ്ങാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് വളരെ നല്ല റേറ്റിലാണ് അവർ ഷോറൂം കണ്ടീഷനിലേക്ക് ഈ ഒരു വണ്ടി ആക്കി തന്നിട്ടുള്ളത്. വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വണ്ടിയുടെ ആ വെള്ളത്തുള്ളിൻ്റെ ആ ഒരു പാട് ഫുള്ള് വണ്ടിയിലുണ്ടായിരുന്നു. ഇവരത് സിമ്പിളായിട്ട് ഇവിടെ വന്നപ്പോൾ ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മൈന്യൂട്ട് സ്ക്രാച്ചസ് ഒന്നും ഇപ്പോൾ കാണാൻ തന്നെ പറ്റുന്നില്ല. ആ ഒരു ലെവലിലേക്കാണ് ഇവർ വണ്ടി ആക്കി തന്നിട്ടുള്ളത്. കാർ നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ ഒരു വർക്ക് കണ്ട് നമ്മൾ ഇമ്പ്രസ് ആയി. വണ്ടി കൊടുത്ത പാടനെ അവർ വാഷ് ചെയ്തിട്ട് പ്രൊസീജിയറിലേക്ക് വന്നിട്ടുണ്ട്. മൈന്യൂട്ടായ സ്ക്രാച്ചസും അതേപോലെ തന്നെ വാട്ടർ മാർക്സും ഫുള്ള് ഇവർ ഡീറ്റെയിലിംഗ് ചെയ്ത് കളഞ്ഞു തരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറച്ച് മണിക്കൂറോടുള്ള ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞോടെ അവർ വണ്ടി മൊത്തത്തിൽ ഫോം വാഷ് ചെയ്തപ്പോൾ തന്നെ വണ്ടി പുതിയൊരു കണ്ടീഷൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊക്കെ എവിടെ നിന്നാണ് ചെയ്തതെന്നല്ലേ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഇത് ഡീറ്റെയിലിംഗ് മാഫിയ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് എത്തിയിട്ടുള്ളത്. അവരൊരു വലിയൊരു സ്ഥാപനം തന്നെയാണ്. കണ്ടാൽ നമുക്ക് വലിയ ഗുമ്മായിട്ട് തോന്നൂലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പരിപാടികൾ അടിപൊളിയാണ്. പെർഫെക്റ്റ് ആയിട്ടാണ് ഈ 2 മുതൽ ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മളെ മുന്നിൽ വെച്ച് നിന്നിട്ടുള്ളത്. ഒരു നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും പറയാൻ. ഞാൻ പോയ സമയത്ത് അവിടെ വലിയൊരു XUV ഫുള്ളാകെ PPF ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ സൺ ഫിലിമിൻ്റെ കാര്യം, സെറാമിക് കോട്ടിങ്, ബ്രോഫൈൻ കോട്ടിങ് എന്നീ എല്ലാ ഡേ ടു സെഡ് ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര എന്ന ലൊക്കേഷനിലാണ് ഈ ഒരു കിടിലൻ സ്പോട്ട് വരുന്നത്. ഇത് ഡീറ്റെയിലിംഗ് മാഫിയ എന്നാണ്. അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ വന്നിട്ട് ഇവരെ ഡീറ്റെയിലിങ്ങും ഇവരെ പരിപാടികളൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ആകെ ഒരു ഇതായി പോയി. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓരോ വക്കും മൂലം കൺസേൺ ചെയ്തിട്ടാണ് അവർ ഈ ഒരു വർക്ക്സ് ഫുള്ള് ചെയ്യുന്നത്. ബൈക്സ് ആണെങ്കിലും കാർസ് ആണെങ്കിലും രണ്ടും ഒരുപോലെ വൃത്തിക്കാണ് എല്ലാ കാര്യങ്ങളും അവൾ ചെയ്ത് ഈ ഒരു റേഞ്ചിലേക്ക് എത്തിച്ചെന്നിട്ടുള്ളത്. ഞാൻ ഈ ഒരു വണ്ടി എടുത്തത് മുതൽ, ഈ 2 വണ്ടികൾ എടുത്തത് മുതൽ തന്നെ ഇത് ഫുൾ റിസർച്ചിങ് ആയിരുന്നു. എവിടെയാണ് ബെസ്റ്റ് ആയിട്ട് അഫോർഡബിൾ റേറ്റിന് നല്ല പ്രീമിയം പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഫൈനലി ആണ് ഞാൻ ഈ ലൊക്കേഷനിൽ എത്തിയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് എനിക്കിത് രണ്ടും ചെയ്ത് തന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഔട്ട്ലെറ്റിലും സെർച്ച് ചെയ്ത ടൈമിൽ നല്ല റേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് വണ്ടിയുടെ ടാങ്കിൻ്റെ PPF പറയുകയാണെങ്കിൽ ടാങ്ക് മാത്രം 6500 7500 ഒക്കെ പറഞ്ഞ ടീംസ് ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അത്ര റേറ്റ് ഒന്നും ആയിട്ടില്ല, വളരെ കുറച്ചിട്ടാണ് ഇവർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വണ്ടികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും നമ്മളെ ഈ ഒരു വീഡിയോനകത്തൊക്കെ ഞാൻ ഈ ഒരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, നിങ്ങളെ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. അവരവരുടെ A to Z കാര്യങ്ങൾ പറഞ്ഞു തരും. ഷോറൂമിൽ വരിക, നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ട് എന്താക്കുക കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷന്. അപ്പോൾ അതൊക്കെയാണ് ഫ്രണ്ട്സ് നമ്മളെ ഒരു വണ്ടീൻ്റെ ഡീറ്റെയിലിംഗ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.